പാകിസ്ഥാൻ ഭീകരരുടെ നുഴഞ്ഞുകയറ്റം തടയാൻ ട്രഞ്ച് നിർമ്മാണവുമായി BSF മുന്നോട്ട്. അന്താരാഷ്ട്ര അതിർത്തി 25 കിലോമീറ്റർ ദൂരത്തിൽ ട്രഞ്ച് നിർമ്മാണം ഇതിനകം പൂർത്തിയാക്കി കഴിഞ്ഞു. ഈ സമയത്ത് നുഴഞ്ഞുകയറ്റം കൂടുമെന്നതുകൊണ്ടാണ് BSFന്റെ ഈ കരുനീക്കം. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നു. ബൽറാം, വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് എസ്കെൻ. ജമ്മു കശ്മീരിൽ പാക് ഭീകരവാദികളുടെ നുഴഞ്ഞുകയറ്റം അടുത്ത കാലത്തായി വളരെ സജീവമായതായി കേന്ദ്ര ഏജൻസികൾ കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഉന്നതതല യോഗം ചേർന്ന സാഹചര്യങ്ങൾ വിലയിരുത്തുകയും ഏത് മേഖലയിലൂടെയാണ് ഭീകരവാദികൾ നുഴഞ്ഞുകയറുന്നത് എന്ന് കണ്ടെത്താൻ BSFനെ ചുമതലപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ BSF നടത്തിയ അന്വേഷണത്തിലാണ് കത്വ, സാംബ എന്നീ മേഖലകളിലൂടെ നുഴഞ്ഞുകയറ്റം സാധ്യമാണെന്ന് കണ്ടെത്തുകയും ഈ മേഖലയിൽ ട്രഞ്ച് നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നത്. 33 കിലോമീറ്റർ പരിധിയിൽ ഇത്തരത്തിൽ നുഴഞ്ഞുകയറാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടെത്തി. അതിൽ 25 കിലോമീറ്റർ ഇപ്പോൾ ട്രഞ്ച് നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നു. അന്താരാഷ്ട്ര അതിർത്തിയോട് ചേർന്ന് 10 അടി ആഴത്തിലും 3 അടി വീതിയിലുമാണ് ഈ ട്രഞ്ചുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി 8 കിലോമീറ്റർ കൂടി ട്രഞ്ച് നിർമ്മാണം 2 മാസത്തിനകം പൂർത്തിയാക്കുമെന്നാണ് BSF അറിയിച്ചിരിക്കുന്നത്. 2022 സമാനമായി ഭീകരവാദികൾ മണ്ണിനടിയിലുള്ള തുരങ്കങ്ങളിലൂടെ നുഴഞ്ഞുകയറുന്നതായി കണ്ടെത്തിയിരുന്നു. അത്തരത്തിലുള്ള 2 തുരങ്കങ്ങൾ BSF കണ്ടെത്തി നശിപ്പിക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അത്തരത്തിലുള്ള ഒരു തുരങ്കത്തിലൂടെ നുഴഞ്ഞുകയറാനുള്ള സാധ്യത തടയാനാണ് BSFന്റെ നീക്കം. എസ്കെ.